രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ രാഹുൽ ഇടപെട്ട് നിർവീര്യമാക്കുകയാണ്. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം രാഹുൽ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നും ഹണി പോസ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ പ്രൈം ഡിബേറ്റിന്റെ ചർച്ചയിലാണ് രാഹുൽ ഈശ്വർ ഇത് പറഞ്ഞത്. അതിന്റെ ആ വാക്കുകളിലേക്ക്. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യേണ്ട നിലപാട്, ഏറ്റവും നല്ല നിലപാടുകളിലൊന്ന് പറഞ്ഞത് ഫറാസ് ഷിബിലയാണ്. ഫറാസ് ഷിബിലയുടെ നിലപാടും കൂടി ഈ ചർച്ചയിൽ വരുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുക. ഫറാസ് ഷിബില പറയുന്നു, ആൺനോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന്. കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി, അവരൊരു സ്ത്രീയാണ്, അഭിനേത്രിയാണ്, കലാകാരിയാണ്, ഇതേ രംഗത്ത് നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ്. ഹണി റോസിന്റെ എല്ലാ, ഹണി റോസിനും വീട്ടുകാർക്കും വിഷമമായെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് എല്ലാം. പക്ഷേ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സ്ത്രീ രംഗത്ത് തന്നെ വനിതാ പ്രവർത്തക കൂടിയായ സ്ത്രീ അല്ലെങ്കിൽ കലാകാരി മേഖലയിൽ നിന്ന് വന്നവരുടെ 2-3 വരികളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ഷിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു. ഈ വഷളൻ ബോച്ചയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? ആ വഷളനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? മഞ്ജുഷ് സി ബോച്ചയുടെ സംസാരത്തിന് മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൾഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത്? എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതയോടെ കാണുന്നത്? കേരളത്തിൽ ആർക്കെങ്കിലും അത് ഒരിക്കലെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ? പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോന്ന് ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ എന്ന പുരുഷവാദി അല്ല ചോദിക്കുന്നത്, ഫറാസ് ഷിബില സ്ത്രീ ചോദിക്കുന്നു. ദയവായി ഒരു വരി കൂടി ശ്രദ്ധിക്കുക, ഒരു വരിയേ ഉള്ളൂ. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ എന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കുകയാണ്. അപ്പോ സ്ത്രീകളുടെ മോശമായ കാര്യം കണ്ടിട്ട് ബോച്ചെ പറഞ്ഞ പോലെ കുന്തി ദേവി എന്ന് ചോദിക്കുവാനുള്ളതൊന്നും ആർക്കുമില്ല അല്ലെ? ഹണി റോസിന്റെ വിമർശനത്തിന് രാഹുൽ ഈശ്വറിനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. വലിയ പരിഹാസമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയത് എന്നതും പ്രധാനമാണ്. ഹണി റോസിന് രാഹുൽ ഈശ്വർ നൽകിയ മറുപടി ഇന്ന് ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് എയ്റ്റിലൂടെ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. വാക്കുകളിലേക്ക്. ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ, റീച്ചൽ എന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്, എല്ലാവിധ അഭിവാദ്യങ്ങളും, ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാസ് ഷിബില അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. 2, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, ഹണി റോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണി റോസിന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും. ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് അവരോട് വളരെ ബഹുമാന പുരസ്സരം സൂചിപ്പിക്കാനുള്ളത്.